ഓപ്പറേഷൻ സിന്ദൂർ എത്ര ഉചിതമായ ഒരു പേരാണല്ലേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെയുള്ള ഈ ഒരു ഓപ്പറേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇന്ത്യൻ സ്ത്രീകൾ സിന്ദൂരം അണിയുന്നത്? തങ്ങളുടെ ഭർത്താവിന്റെ ഐശ്വര്യത്തിനും ദീർഘായുസിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടാണല്ലേ ഈ ഒരു സിന്ദൂരം ഇടുന്നത്. ആ ഒരു സിന്ദൂരം മായ്ച്ചു കളഞ്ഞ പാക് ഭീകരർക്കെതിരെ നടത്തുന്ന ഈ ഒരു അറ്റാക്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേര് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്ക് തുടങ്ങി വെച്ചത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇങ്ങനെ ഒരു അക്രമം അഴിച്ചുവിട്ടത്. നിരപരാധികളായ 26 പൗരന്മാരെയാണ് നമുക്ക് നഷ്ടമായത്. എന്തിനാണ് തങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്, എന്തിനാണ് തങ്ങൾ മരിക്കുന്നതെന്ന് അറിയാതെയാണ് 26 പേരും മരണമടഞ്ഞിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയത് ലഫ്റ്റനന്റ് ആയിട്ടുള്ള വിനയ് നർവാളിന്റെ മരണമാണ്. വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഹിമാൻഷിയുടെയും വിനയിൻ്റെയും. അതും ഇത് ആഘോഷിക്കാൻ വേണ്ടിയാണ് അവർ പഹൽഗാമിൽ എത്തിയത്. ജീവിതത്തിലെ തന്നെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണല്ലേ മധുവിധു ദിനങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആ ഒരു സുന്ദരമായ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന 2 യുവ മിഥുനങ്ങളാണ്, ഇണക്കുരുവികളായിരുന്നു ഹിമാൻഷിയും വിനയും. ആ ഒരു സന്ദർഭത്തിലാണ് ജീവിതം ജീവിച്ചു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവർ. ആ ഒരു സന്ദർഭത്തിലാണ് വിനയുടെ ജീവൻ നഷ്ടമാകുന്നത്, ഹിമാൻഷിക്ക് തൻ്റെ സിന്ദൂരം മായ്ച്ചു കളയേണ്ടി വരുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് വയലാറിൻ്റെ അരുത് കാട്ടാള എന്ന് പറയുന്ന ആ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. ആ കവിതയിലെ ഏതാനും ചില വരികളുടെ അർത്ഥം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 ഇണക്കുരുവികൾ തമ്മിൽ അലിഞ്ഞലിഞ്ഞ് ഒന്നായിട്ട് ഒരു ചില്ലയിലിരുന്ന് സല്ലപിക്കുകയാണ്, പ്രണയ സല്ലാപങ്ങൾ നടത്തുകയാണ്, ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയാണ്. ആ ഒരു സമയത്താണ് ഒരു കാട്ടാളൻ ഇണക്കുരുവികൾ ഒന്നിൻ്റെ ഹൃദയത്തിലേക്ക്, കരളിലേക്ക് പൂരം പെയ്യുന്നത്. അങ്ങനെ ഇണക്കിളിയിലൊന്ന് താഴെ മണ്ണിൽ വീണ് പിടയാണ്. ആ പിടയുന്ന സമയത്ത് കൊമ്പിലിരിക്കുന്ന തൻ്റെ ഇണക്കിളിയുടെ കണ്ണിലേക്ക് നോക്കുകയാണ്. അങ്ങനെ അവരുടെ കണ്ണുകൾ പരസ്പരം ഉടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സന്ദർഭം. ഏറ്റവും സുന്ദരമായ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കരളിൽ വന്ന് കൂരമ്പ് ഏൽക്കുകയാണ്. അങ്ങനെ അവർ സ്തംഭിച്ചു പോവുകയാണ്. ഇതാണ് ഹിമാൻഷിക്ക് ഉണ്ടായത്. ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അല്ലേ, ഏറെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിരപരാധികളായ 26 പേർക്കും പറയാൻ ഓരോ കഥകളുണ്ടാവും, ഓരോ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാണ് മരണപ്പെടുന്നതെന്ന് പോലും അറിയില്ല. തങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് തങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പോലും അറിയാതെയാണ് ഇവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ തിരിച്ചടിക്കണ്ടേ? തീർച്ചയായും തിരിച്ചടിക്കണം. നമ്മളൊരു യുദ്ധം ആഹ്വാനം ചെയ്യല്ല, വളരെ സമാധാനപരമായി വികസനത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടേക്കാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഈ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ നിരപരാധികളായ ആളുകളല്ല, അവിടുത്തെ ഭീകരവാദികൾ. അപ്പോൾ തീർച്ചയായും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഭീകരവാദികളെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി ഉണ്ടാക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അവർ മറ്റു പല രാജ്യങ്ങൾക്ക് വേണ്ടി, അമേരിക്കയ്ക്ക് പോലും സഹായം ചെയ്യാനായിട്ടാണ് ഇവർ ഈ ഭീകരവാദികളെ വളർത്തി ഉണ്ടാക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിനെതിരെ ഇന്ത്യ തിരിച്ചടിക്കണ്ടേ? തീർച്ചയായും തിരിച്ചടിക്കണം. ഇന്ത്യ എത്ര സുന്ദരമായ ഒരു രാജ്യമാണ് അല്ലേ, ലോകത്ത് എവിടെയും ഇത്രയും മനോഹരമായ രാജ്യം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എത്ര സംസ്കാരങ്ങളാണ്, എത്ര പാരമ്പര്യങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നാനാജാതി മതസ്ഥര് ഏറ്റവും ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ കടന്നു പോകുന്നത്. വളരെ സമാധാനത്തോടു കൂടി ഹിന്ദു, മുസ്ലിം, ജൈനർ, ബുദ്ധിസ്റ്റുകൾ, പേർഷ്യൻസ്, അങ്ങനെ ഇന്ത്യയിൽ പല വിധത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവരും പല സംസ്കാരങ്ങളാണെങ്കിലും പല ആചാരങ്ങളാണെങ്കിലും പല രീതികളാണെങ്കിലും ഒരേ മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യാതൊരു വിധത്തിലുള്ള ആഭ്യന്തര കലഹങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇന്ത്യയിലില്ല. എന്നാൽ ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ പല ആഭ്യന്തര യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. കടക്കെണിയിലാണ് ആ ഒരു രാജ്യം. ലോക ബാങ്കിന്റെ കരിമ്പട്ടികയിലാണ് ഈ പാകിസ്ഥാൻ കിടക്കുന്നത് തന്നെ. അങ്ങനെ കടന്നു പോകുന്ന ഒരു രാജ്യം ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താണ് ഇവർ നേടുന്നത് ഇതിൽ നിന്നും? സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കൂറുമില്ല. ആ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവരൊരു പരിശ്രമവും നടത്തുന്നില്ല. പകരം ഇവർ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുകയാണ്, ഭീകരവാദികളെ വളർത്തി ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല പാകിസ്ഥാനിലെ എല്ലാ ആളുകളും ഇതേ രീതിയിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണെന്നുള്ളത്. അവിടെയും നിരപരാധികളായിട്ടുള്ള ജനങ്ങളുണ്ട്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു യുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് ഈ നിരപരാധികളായിട്ടുള്ള ആളുകളായിരിക്കും. നമ്മൾ ആരും തന്നെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, യുദ്ധം വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് പോലും ഇന്ത്യയിൽ, ഈ കേരളത്തിൽ ജീവിക്കുന്ന പലരും
ചില പാകിസ്ഥാൻ സ്നേഹിതർ അവർ സമാധാനപ്രിയരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ്. അവർ ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെതിരെ സംസാരിക്കുകയാണ്. പാകിസ്ഥാനിലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഇന്ത്യ കൊന്നു തള്ളി എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുകയാണ്. ആരാണ് ഇതിന് തുടക്കം കുറിച്ചതെന്നും ഇന്ത്യയിലെ 26 പേരുടെ ജീവൻ നഷ്ടമായ സമയത്തും ഇവരൊന്നും വായ തുറന്നില്ല. അപ്പൊ ഈ ആളുകൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുകൂടാതെ 1-2 സിനിമാ നടികൾ. അപ്പൊ ഇവരുടെയൊക്കെ ശബ്ദം എവിടെയായിരുന്നു? 26 പേരുടെ ജീവൻ, നിരപരാധികളായിട്ടുള്ള 26 പേരുടെ ജീവൻ നഷ്ടമായപ്പോൾ ഇവർക്കൊന്നും പോസ്റ്റ് ഇടാനോ സംസാരിക്കാനോ അഭിപ്രായം പറയാനോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു സ്വാതന്ത്ര്യം കൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യാനും സ്റ്റോറി ആയിട്ട് ഇടാനും ഒക്കെ ഉള്ള ഒരു ധൈര്യം കിട്ടിയത്. മറ്റൊരു രാജ്യത്താണെങ്കിലും ഇവർക്ക് ഇതിനൊന്നും സാധിക്കില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ ഈ ഒരു സമയത്ത് രാജ്യം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാജ്യത്തോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ റൂമിലിരുന്ന് AC റൂമിലിരുന്ന് സംസാരിച്ചാൽ മതി. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, യുദ്ധം ചെയ്യുന്ന സൈനികരെ കുറിച്ച് ആരും ഓർക്കുന്നില്ല. ഈ പോസ്റ്റ് ഇടുന്ന ആളുകളൊന്നും നമ്മുടെ പട്ടാളക്കാരെ കുറിച്ച് ആലോചിക്കുന്നില്ല. അവരവിടെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ അതിർത്തികളിൽ പഞ്ചാബിലും ജമ്മുവിലും രാജസ്ഥാനിലും വളരെയധികം ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എത്ര നിരപരാധികളുടെ ജീവനായിരിക്കും നഷ്ടപ്പെട്ടു പോവുക? എന്തിനാണ് ഈ പാകിസ്ഥാൻ ഇങ്ങനെ ഈ ഒരു ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത്? വളരെയധികം സങ്കടം തോന്നുകയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കാര്യം അതാണ്. ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് ജീവിതം കഴിഞ്ഞാൽ ഇവർക്ക് മറ്റൊരു ലോകമുണ്ട്. അവിടെ ഇവർക്ക് വീഞ്ഞും സുന്ദരിമാരെയും ഹൂറികളെയും കിട്ടുമെന്നൊക്കെയാണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെ സ്വർഗമാക്കാൻ സാധിക്കും. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഈ ഭൂമിയിലുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ പോലും അത്യാഗ്രഹം തീർക്കാനുള്ളതായിട്ടുള്ള ഒന്നുമില്ല ഈ ഭൂമിയിൽ. ഞാനൊരു മതത്തെയും മോശമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ചെറുപ്പകാലം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടുകൾ പലരുടെയും തലച്ചോറിൽ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നത് തന്നെ. ഈ ലോകത്ത് മറ്റൊരു രാജ്യവും ഇതുപോലെ ഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു രാജ്യവും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പാകിസ്ഥാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഒരു ദോഷമായിട്ടാണ് ഇവർ ഈ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു അവസ്ഥ പെട്ടെന്ന് തന്നെ മറികടക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ളത് തന്നെയാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ തിരിച്ചടിക്കാതെ ഇന്ത്യക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുക.